100 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച മഞ്ചേശ്വരത്തെ മത്സ്യബന്ധന തുറമുഖം പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകുന്നതിന് മുമ്പ് തന്നെ നാശത്തിന്റെ വക്കിലെത്തി. സാമൂഹ്യദ്രോഹികളുടെ താവളമായി ഇവിടം മാറുകയാണെന്നുള്ള പരാതിയും ഉയരുന്നുണ്ട്. ഗുണമേന്മയോട് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ നിരക്കിൽ ശ്രീകൃഷ്ണ ഹാർഡ്വെയർസ്, MG റോഡ്, കാസർഗോഡ്. 100 കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച മഞ്ചേശ്വരം ഫിഷിംഗ് ഹാർബർ കൊണ്ട് മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുവരെ കാര്യമായൊരു പ്രയോജനവുമില്ല. അശാസ്ത്രീയമായ രീതിയിലാണ് ഹാർബർ നിർമ്മാണമെന്ന ആക്ഷേപം ആദ്യം മുതൽ തന്നെ ശക്തമാണ്. 2014 ഫെബ്രുവരിയിൽ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയാണ് മഞ്ചേശ്വരം മത്സ്യബന്ധന തുറമുഖത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തിയത്. വർഷങ്ങൾ നീണ്ട പ്രവൃത്തികൾക്ക് ശേഷം നിർമ്മാണം പൂർത്തീകരിച്ച് 2020 ഒക്ടോബറിൽ ഉദ്ഘാടനവും നടന്നു. ജെട്ടിയുടെ നിർമ്മാണം ഏറെ ഉയരത്തിലായതിനാൽ ചെറിയ വള്ളങ്ങൾ അടുപ്പിച്ചാൽ ജെട്ടിയും വള്ളവും തമ്മിൽ 10 അടിയോളം ഉയര വ്യത്യാസമുണ്ട്. അതിനാൽ ചെറിയ ഓടങ്ങളിൽ നിന്നും മത്സ്യങ്ങൾ ഇറക്കാൻ കഴിയുന്നില്ല. വലിയ ബോട്ടുകൾക്ക് മാത്രമേ അടുപ്പിക്കാനാകൂ. എന്നാൽ 5 ബോട്ടുകളിൽ കൂടുതൽ അടുപ്പിക്കാനും സൗകര്യമില്ല. കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഹാർബർ കൊണ്ട് സാധാരണക്കാരായ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് പ്രയോജനമെന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. വിഷയത്തിൽ നിരന്തരം യോഗങ്ങൾ ചേർന്ന് ചർച്ച നടത്തുന്നുണ്ടെങ്കിലും ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അധികാരികൾക്ക് വ്യക്തമായ ധാരണയില്ല. അപ്പോൾ 8 വർഷമായി ഹാർബറായിട്ട്. ഈ 8 വർഷത്തിൽ ഒരു എഞ്ചിനീയർ വരുന്നു, അയാൾ പോന്നു. ഇതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഒരു വക നടക്കുന്നു. കാരണം എന്നിട്ടെങ്കിൽ കഞ്ചാവും മറ്റതും എല്ലാം ഒന്നും. രണ്ടാമത്തേന്നുണ്ടെങ്കിൽ ഒരു എഞ്ചിനീയർ വന്നിട്ട് നാട്ടുകാരിൽ വരെ ചോദിക്കലില്ല, ഇതെന്ത് സംഭവം ഏത് സംഭവം. തോണി പിടിക്കാനുള്ള ഒരു സംവിധാനം ഇല്ല. MLയും വരുന്നു, MP വരുന്നു, മന്ത്രിയും വന്നു. ശരിയാ, മന്ത്രി നമ്മളിപ്പോഴത്തെ മന്ത്രിയും വന്നു. എല്ലാം വന്നിട്ട് പോകുന്നല്ലാത്ത ഒരു ഇതുമില്ല. ഈ 8 കൊല്ലത്തിൽ 250 കോടി രൂപ ചെലവിട്ടിട്ട് ഇത് സർക്കാർക്ക് എന്തും ഇതിൻ്റെ ഓർമ്മയില്ലേ? ഇതെല്ലാം മത്സ്യത്തൊഴിലാളികൾ നീലേശ്വരത്തുനിന്ന്, കാസർഗോഡ്, കുമ്പളേന്ന്, കാഞ്ഞങ്കാടുന്ന് വരെ ആൾക്കാർ ഇവിടെ ഈ ഹാർബറിലൊക്കെ വരുന്നത്. അതിൻ്റെ ഇടയിൽ മണൽ വീണിട്ട് ഫുള്ള് നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കല്ല് പോയ വിഷയം കുറേ പ്രാവശ്യം പറഞ്ഞ് ഒരു 300 മീറ്റർ പാസ്സായിനെന്നല്ലാത്ത ഒരു വിഷയം ഇതുവരെ നടന്നിട്ടില്ല. അപ്പൊ ഇത് എന്ത് സംഭവം ഏത് സംഭവം എന്ന് അറിയുന്നില്ല. ഹാർബറിന് അനുബന്ധമായി വടക്ക് ഭാഗത്ത് പുതിയ ജെട്ടിയും പാലവും വേണമെന്നത് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ഇപ്പോഴും കടലാസിൽ തന്നെ. ഇത് സംബന്ധിച്ച് വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം നടത്തിയ തീര സദസ്സിലടക്കം ആവശ്യം ഉയർന്നിരുന്നു. 3 തവണ ഫിഷറീസ് മന്ത്രി ഇവിടം സന്ദർശിച്ചതുമാണ്. എന്നാൽ മത്സ്യത്തൊഴിലാളികളുടെ ആവശ്യത്തിന് പരിഹാരം കാണാൻ സാധിച്ചിട്ടില്ല. കൂടാതെ ഹാർബറും പരിസരവും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞ അവസ്ഥയാണ്. രാപ്പകൽ വ്യത്യാസമില്ലാതെ ഇവിടം സാമൂഹ്യദ്രോഹികളുടെ താവളമായി മാറുന്നുവെന്നുള്ള പരാതിയും പൊതുവിലുണ്ട്. വാഹനങ്ങൾ അകത്ത് നിർത്തിയിട്ട് മണിക്കൂറുകളോളം പലവിധ ഇടപാടുകൾ ഇവിടെ നടക്കുന്നതായാണ് ആക്ഷേപം. പേരിന് പോലീസ് സംവിധാനം ഉണ്ടെങ്കിലും വൈകുന്നേരമാകുമ്പോൾ ഇവരും സ്ഥലം വിടും. പോലീസിന്റെ ഭാഗത്തു നിന്നും കൃത്യമായ പരിശോധനയും നിരീക്ഷണവും ഇല്ലാത്തത് സാമൂഹ്യദ്രോഹികളെ അഴിഞ്ഞാടാൻ പ്രേരിപ്പിക്കുന്നതായും പ്രദേശവാസികൾ പരാതിയായി പറയുന്നു. ന്യൂസ് ബ്യൂറോ, ഉപ്പള.